OTT പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ കൊച്ചു കേരളത്തിലും ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമകൾ പോലും ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്തു തുടങ്ങിയിരിക്കുന്നു. കോവിഡ് ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ജനങ്ങൾ അധിക സമയം വീടിനകത്ത് തന്നെ സ്പെൻഡ് ചെയ്തപ്പോൾ അവരിലധികം പേരും സ്ട്രീം ചെയ്തത് OTT പ്ലാറ്റ്ഫോമുകളിലെ മനോഹരമായ സിനിമകളും സീരീസുകളും ഷോകളുമാണ്. ഈ OTT പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ അറിയാത്ത, നമ്മളിൽ പലരും കണ്ടിട്ടുള്ള ഒരുപാട് നല്ല ഇന്ത്യൻ സീരീസുകളും ഷോകളും ഉണ്ട്. തിരഞ്ഞെടുത്ത കുറച്ച് നല്ല ഇന്ത്യൻ സീരീസുകളെ പറ്റിയുള്ള ഒരു ലഘു വിവരണമാണ് ഈ വീഡിയോയിൽ. ആദ്യമായി ഞാൻ പരിചയപ്പെടുത്തുന്ന സീരീസിന്റെ പേരാണ് ഷീ. OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ് ആണ് ഷീ സ്ട്രീം ചെയ്യുന്നത്. ഇത് ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു ഇന്ത്യൻ വെബ് സീരീസ് ആണ്. പ്രശസ്ത ബോളിവുഡ് സംവിധായകനായ ഇംതിയാസ് അലി ക്രിയേറ്റ് ചെയ്ത ഈ സീരീസ് എഴുതിയിരിക്കുന്നത് ഇംതിയാസ് അലിയും ദിവ്യ ജോരിയും കൂടിയാണ്. ആരിഫ് അലി ആൻഡ് അവിനാഷ് ദാസ് ചേർന്നാണ് ഈ സീരീസ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ സീരീസിലെ പ്രധാന കഥാപാത്രം അഭിനയിച്ചിരിക്കുന്നത് അദിതി പൊഹാൻകർ ആണ്. വളരെ ആഴമേറിയ ഒരു കഥാപാത്രത്തെയാണ് അദിതി ഈ സീരീസിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സീരീസ് പറയുന്നത് ഒരു ഫീമെയിൽ പോലീസ് കോൺസ്റ്റബിളിന്റെ കഥയാണ്. പല സാഹചര്യങ്ങളാൽ ഒരു അണ്ടർവേൾഡ് ഗ്യാങ്ങിന്റെ അണ്ടർ കവർ ഓപ്പറേഷന് പോകേണ്ടി വരുന്ന ഒരു ഫീമെയിൽ കോൺസ്റ്റബിളിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കഥ പറയുന്നതാണ് ഷീ എന്ന സീരീസ്. ഷീ എന്ന സീരീസിനെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ കഥ പറച്ചിൽ രീതി തന്നെയാണ്. ഒരേ സമയം ഒരു ത്രില്ലർ രീതിയിൽ പോകുന്ന കഥ അതേ ആഴത്തിൽ തന്നെ നായിക കഥാപാത്രത്തിന്റെ ജീവിതത്തെയും വരച്ചു കാട്ടുന്നു. ഒരു മാഫിയ തലവന്റെ അണ്ടർ കവർ ഓപ്പറേഷന് വേണ്ടി ആന്റി നർക്കോട്ടിക് സെൽ ഭൂമിക എന്ന അദിതി പൊഹാൻകർ ചെയ്യുന്ന നായിക കഥാപാത്രത്തെ ഉപയോഗിക്കുന്നു. ഭൂമിക ഒരു പോലീസ് കോൺസ്റ്റബിൾ ആണ്. ഇത്തരം ഓപ്പറേഷനുകളിൽ യാതൊരു മുൻപരിചയമില്ലാത്ത ഭൂമികയ്ക്ക് ഇത്രയും വലിയ ഒരു ഓപ്പറേഷൻ ചെയ്യുവാനായി സാധിക്കുമോ? അവൾ അതിൽ വിജയിക്കുമോ? ഒട്ടും അതിഭാവകത്വം കലരാതെ വളരെ മനോഹരമായി ഭൂമിക എന്ന കേന്ദ്ര കഥാപാത്രത്തെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ അദിതി പൊഹാൻകറിന് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സീരീസ് തന്നെയാണ് ഷീ. ഇംതിയാസ് അലി എന്ന ബോളിവുഡ് സംവിധായകനെ അറിയുന്നവരാണ് നമ്മളിൽ പലരും. പക്ഷെ അദ്ദേഹം ഇത്തരം ഒരു സീരീസ് ചെയ്തിട്ടുണ്ട് എന്നത് നമ്മളിൽ പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. നിങ്ങളുടെ സമയത്തെ തീർച്ചയായും മാനിക്കുന്ന ഒരു സീരീസ് തന്നെയായിരിക്കും ഷീ. तुम्हारी चॉइस ही गलत निकली. ये लड़की सही नहीं है. She'll get herself killed and we'll be responsible. कुछ भी करके मेरे को ये काम करने का है सर. कुछ भी करके? ये क्या? ये बात तो नहीं हुई थी. Fuck. Did he say वो कहाँ लेके जा रहा है उसको? सर ऑडियो में डिस्टर्बेंस है, क्लियरली सुन नहीं सकते. Zubin, please tell me we have a location now. नो सर, स्टिल कांट ट्रैक हर. अंडर कवर ऑपरेशन कर रही है मैं. क्या समझा? तुम्हें सबसे ज्यादा किस चीज से डर लग रहा है? खुद अपने से सर. വളരെ ഹൃദ്യമായ ദൃശ്യാനുഭവം തരുന്ന ഒരു സീരീസിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത പഞ്ചായത്ത് എന്ന സീരീസ്. സീരീസിലെ കേന്ദ്ര കഥാപാത്രം ചെയ്യുന്നത് ജിതേന്ദ്ര കുമാറാണ്. ജിതേന്ദ്ര കുമാർ അവതരിപ്പിക്കുന്ന അഭിഷേക് ത്രിപാഠി എന്ന കേന്ദ്ര കഥാപാത്രം ബിടെക് പഠനത്തിന് ശേഷം ഒരു റിമോട്ട് വില്ലേജിൽ പഞ്ചായത്ത് സെക്രട്ടറിയായി എത്തുന്നതും തുടർന്നുണ്ടാകുന്ന വളരെ രസകരമായ അനുഭവങ്ങളുമാണ് പഞ്ചായത്ത് എന്ന സീരീസ് പറയുന്നത്. ഒരു കോർപ്പറേറ്റ് ജീവിതം ആഗ്രഹിക്കുന്ന ബിടെക് ബിരുദധാരിയായ അഭിഷേക് ത്രിപാഠി എത്തിച്ചേരുന്ന ഒരു ഗ്രാമാന്തരീക്ഷത്തിലെ രസകരമായ മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയാണ് പഞ്ചായത്ത് പോകുന്നത്. വളരെ സന്തോഷം പകരുന്ന ഒരുപാട് നന്മയുള്ള നർമ്മ മുഹൂർത്തങ്ങളാൽ സമ്പന്നമാണ് പഞ്ചായത്ത്. കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഈ പഞ്ചായത്ത് എന്ന സീരീസ് എഴുതിയത് ചന്ദൻ കുമാറാണ്. ദീപക് കുമാർ മിശ്രയാണ് സീരീസിന്റെ സംവിധായകൻ. ജിതേന്ദ്ര കുമാറിനോടൊപ്പം നീന ഗുപ്ത, വിശ്വപതി സർക്കാർ, രഘുബീർ യാദവ്, ഫൈസൽ മാലിക്, ചന്ദൻ റോയ്, പൂജ സിംഗ് എന്നിങ്ങനെ നീളുന്നു ഇതിലെ കഥാപാത്രങ്ങൾ. ഗ്രാമത്തിന്റെ നൈർമല്യവും നൊസ്റ്റാൾജിയയും അതേ രീതിയിൽ പകർത്താൻ പഞ്ചായത്തിനായിട്ടുണ്ട്. കണ്ടിരിക്കുന്ന ഓരോ നിമിഷവും ഹൃദ്യമായ ഒരു അനുഭവം പകരുന്ന ഈ സീരീസ് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവുമെന്ന് 100% ഞാൻ പ്രതീക്ഷിക്കുന്നു.
നിങ്ങൾ വെബ് സീരീസുകളുടെ ഒരു ആരാധകനാണെങ്കിൽ നിങ്ങൾക്ക് തീർത്തും വേറിട്ട എന്നാൽ മനോഹരമായ ഒരു അനുഭവം സമ്മാനിക്കാനായി പഞ്ചായത്ത് എന്ന ഈ വെബ് സീരീസിന് തീർച്ചയായും സാധിക്കും. पड़ेगा. गजब का डेडिकेशन है सर आपके अंदर, खूब मन लगा के पढ़िए एकदम. अरे इलेक्ट्रिसिटी है तो पढ़ेगा ना कोई, कभी ये इमरजेंसी चार्ज करो कभी उसे डिम करो, ऑफिस के बाद 4-5 घंटे मिलते हैं वो भी सब इसी में चले जाता है, जलाते बुझाते. गहरा बहता दरिया गहरी है ये मजदार, छोटी तेरी नाव है लेकिन बड़ा हौसला यार. अरे उंगली सीधी उंगली घी ना निकले टेढ़ी उंगली दे. 12 सोलर लाइट तो ये लोग अपने घरों के आगे लगवा रहे हैं, 13वां सोलर लाइट नहीं लगेगा. अरे इतना बड़ा जड़ है कैसे दौड़ाएगा, तुम लोग साइंस वाइंस पढ़ते हो कि नहीं? तो साइंस तो अमेरिका के लोग भी बहुत पढ़ते हैं. हम कितना बार टीवी पर देखे हैं कि ईसाई लोग के पंडित जी आके भूत को भगाता है, हालेलुया हालेलुया करता है. ആമസോൺ പ്രൈമിൽ ലഭ്യമായ വളരെ ഇന്റൻസ് ആയ ഒരു ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണ് മിർസാപൂർ. തോക്കുകളുടെയും മയക്കുമരുന്നിന്റെയും നിയമവീഴ്ചയുടെയും കഥ പറയുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ചാനുഭവം പകരുന്ന സീരീസാണ് മിർസാപൂർ. പങ്കജ് ത്രിപാഠി, അലി ഫൈസൽ, വിക്രാന്ത് മാസെ, ദിവ്യേന്ദു ശർമ്മ, ശ്വേത ത്രിപാഠി എന്നിങ്ങനെ നീളുന്നു മിർസാപൂറിലെ വലിയ താരനിര. കരൺ അൻഷുമാനും പുനീത് കൃഷ്ണയും രചിച്ച ഈ സീരീസ് സംവിധാനം ചെയ്തിരിക്കുന്നത് കരൺ അൻഷുമാനും ഗുർമീത് സിംഗും ചേർന്നാണ്. മിർസാപൂർ എന്ന ഈ സീരീസിന്റെ 1ാം സീസൺ വലിയ വിജയമായിരുന്നു. ഇതേ തുടർന്ന് ആമസോൺ 2020 മിർസാപൂറിന്റെ 2ാം സീസൺ റിലീസ് ചെയ്യും. എടുത്തു പറയേണ്ട ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങളാൽ സമ്പന്നമാണ് ഈ സീരീസ്. പകയുടെയും പ്രതികാരത്തിന്റെയും കഥ പറയുന്ന മിർസാപൂർ വളരെ തീക്ഷ്ണമായ ഒരുപാട് രംഗങ്ങളാൽ സമ്പന്നമാണ്. നിങ്ങൾക്ക് തീർച്ചയായും എൻജോയ് ചെയ്യാൻ കഴിയുന്ന വളരെ മനോഹരമായ ദൃശ്യാനുഭവം പകരുന്ന ഒരു സീരീസാണ് മിർസാപൂർ. तुम्हारे चुतिया पे कब खत्म होंगे, ऐसे संभालोगे साहब? अब आप हमें एक बार मिर्जापुर रन करने का मौका देके देखिए, प्राउड फील होंगे आप. यहाँ चीज चाहिए तो सिर्फ एक, पावर. अरे नमस्ते आंटी. माता जी यहाँ हैं, बहन यहाँ है, माँ बहन एक करने में आसानी होगी. मुन्ना अगली बार आपके निवास पे पहुंचे और आप नहीं हुए, रिस्क है. अगली बार मुन्ना भैया घर आए और जिंदा वापस ही नहीं लौटे तो रिस्क तो वहाँ भी है कल भैया. हम ना वायलेंस में इन्वॉल्व है. गन से हमें टेंशन नहीं है, बचपन से देख लिया. ये सोचो कि कब तक वायलेंस करो. मिर्जापुर की गांड फाड़ के रख देंगे. हमें बदला लेना है उनसे. तो गन्स की मदद से डर नहीं बढ़ाना है, डर की मदद से गन्स बढ़ानी है. शुरू मजबूरी में किए थे, अब मजा आ रहा है. साले हॉर्न गान में डाल देंगे अभी. हेलीकॉप्टर बन के जाओगे क्या, हम भाग कर रहे हैं ना, वो छोड़ के निकल. പ്രശസ്ത നടനായ മാധവൻ അഭിനയിച്ച വളരെ മനോഹരമായ ഒരു ഇന്ത്യൻ ക്രൈം ഡ്രാമ ത്രില്ലർ വെബ് സീരീസ് ആണ് ആമസോണിൽ സംപ്രക്ഷേപണം ചെയ്യുന്ന ബ്രീത്ത്. മായാങ്ക് ശർമ്മയും അഭിജിത്ത് ദേശ്പാണ്ഡെയും എഴുതിയ ഈ സീരീസ് സംവിധാനം ചെയ്തത് മായാങ്ക് ശർമ്മയാണ്. മാധവനോടൊപ്പം അമിത് സാദ്, ഋഷികേഷ് ജോഷി, സപ്ന പാബി, അഥർവ വിശ്വകർമ്മ, നീന കുൽക്കർണി എന്നിങ്ങനെ നീരുന്നു ബ്രീത്തിന്റെ താരനിര. മകനോടുള്ള ഒരച്ഛന്റെ സ്നേഹമാണ് ബ്രീത്ത് എന്ന ഈ സീരീസ്. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരച്ഛന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ. സാധാരണക്കാരനായ ഒരച്ഛൻ നേരിടേണ്ടി വരുന്ന അസാധാരണമായ ജീവിത മുഹൂർത്തങ്ങളാണ് ബ്രീത്ത്. വളരെ എൻഗേജിംഗ് ആയ ഒരു പാറ്റേണിലാണ് ബ്രീത്ത് നമ്മളോട് കഥ പറയുന്നത്. ഇമോഷണലായി പ്രേക്ഷകനെ കണക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനായി ബ്രീത്തിന് സാധിക്കുന്നു. അതിനാൽ തന്നെ കഥാനായകന്റെ സങ്കടം പ്രേക്ഷകന്റെയുമായി മാറുന്നിടത്ത് ബ്രീത്തിന്റെ ത്രില്ലിംഗ് മൊമെന്റ്സ് പ്രേക്ഷകനിലേക്ക് എത്തുന്നു. ഓരോ പ്രേക്ഷകനും കണ്ണിമ വെട്ടാതെ കാണാവുന്ന ഒത്തിരി മുഹൂർത്തങ്ങൾ ബ്രീത്തിലുണ്ട്.
നിങ്ങൾക്ക് തീർച്ചയായും എൻജോയ് ചെയ്തുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഒരു മനോഹരമായ സീരീസ് തന്നെയാണ് ബ്രീത്ത്. ബ്രീത്ത് എന്ന ഈ സീരീസിന്റെ വലിയ വിജയത്തിന് ശേഷം ബ്രീത്ത് ഇൻടു ദ ഷാഡോസ് എന്ന ഈ സീരീസിന്റെ രണ്ടാം ഭാഗം അഭിഷേക് ബച്ചൻ നായകനായി ഉടൻ തന്നെ ആമസോൺ പുറത്തിറക്കും. इतने कम समय में 2 डोनर्स का मिलना, it is a miracle. There are no miracles in life, just the ones you create. ये भास्कर है ना, खटक रहा है मुझे. There is something in this case, sir. We have to chase it. It's coincidence. इन तीनों में से कोई भी हो सकता है उसका अगला विक्टिम. धीरे धीरे सब मर रहे हैं. ऑर्गन डोनर्स को तो ही मारा है ना? कौन से ऑर्गन डोनर्स? There is so much to do. ഇനി പറയാൻ പോകുന്നത് എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് കൂടിയായ ഒരു സീരീസിനെ കുറിച്ചാണ്. ലിറ്റിൽ തിങ്സ്. ലിറ്റിൽ തിങ്സിന്റെ ആദ്യത്തെ സീസൺ റിലീസ് ചെയ്തത് യൂട്യൂബിലാണ്. തുടർന്ന് ഈ സീരീസിനെ നെറ്റ്ഫ്ലിക്സ് പർച്ചേസ് ചെയ്യുകയും തുടർന്നുള്ള 2 സീരീസുകൾ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആവുകയും ചെയ്തു. നായക കഥാപാത്രം ചെയ്യുന്ന ധ്രുവ് സെഗാൾ തന്നെയാണ് ഈ സീരീസിന്റെ രചനയും. നായിക കഥാപാത്രം ചെയ്യുന്നത് മിഥില പാൽക്കർ. സീരീസ് പറയുന്നത് 2 കഥാപാത്രങ്ങളുടെ ജീവിതങ്ങളെ കുറിച്ചാണ്. ധ്രുവ് ആൻഡ് കാവ്യ. ധ്രുവിന്റെയും കാവ്യയുടെയും ജീവിതത്തിലുണ്ടാകുന്ന രസകരമായ ഒത്തിരി മുഹൂർത്തങ്ങളാൽ സമ്പന്നമാണ് ലിറ്റിൽ തിങ്സ് എന്ന ഈ സീരീസ്. നിങ്ങളെ ഒരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും രസിപ്പിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു സീരീസ്. ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ സംഭവിക്കാവുന്ന രസകരമായ അനുഭവങ്ങളും താളപ്പിഴകളും എല്ലാം സീരീസ് വ്യക്തമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഡ്രാമ ഒട്ടും ചോർന്നു പോകാതെ എന്നാൽ വളരെ റിയലിസ്റ്റിക് ആയ ഒത്തിരി മുഹൂർത്തങ്ങളാൽ സമ്പന്നമാണ് ലിറ്റിൽ തിങ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥ പറച്ചിൽ രീതിയാണ് ലിറ്റിൽ തിങ്സ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ കൂടുതൽ സീസണുകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കുന്നതിൽ തെല്ലും അത്ഭുതമില്ല. കേന്ദ്ര കഥാപാത്രങ്ങൾക്ക് വ്യക്തമായ ഐഡന്റിറ്റിയും ഇൻഡിവിജ്വാലിറ്റിയും കൊടുക്കുന്ന ലിറ്റിൽ തിങ്സിന്റെ ഓരോ സീസൺ കഴിയുന്തോറും അതിന്റെ മേന്മ കൂടിക്കൊണ്ടിരിക്കുന്നു. കഥാപാത്രങ്ങളുടെ മാനസിക വ്യതിയാനങ്ങൾക്കൊപ്പം സഞ്ചരിക്കുവാനായി പ്രേക്ഷകരും കഴിയുന്നിടത്താണ് ലിറ്റിൽ തിങ്സ് എന്ന ഈ സീരീസ് മനോഹരമാവുന്നത്. നിങ്ങൾക്ക് തീർച്ചയായും കണ്ടിരിക്കാൻ സാധിക്കുന്ന വളരെ മനോഹരമായ ഒരു വെബ് സീരീസ് ആണ് ലിറ്റിൽ തിങ്സ്. We all grow up and our parents don't really get that, and we are busy on our own adventures. Some say it works like this, maybe it's true, but the truth can lie sometimes. That's fate for you. Let the preachers talk and we could say, Good to remember the fun thing about exes and forget the bad shit. Otherwise, how else will you date again? make sure it's mixed with a little thing. You were being silly, we were being ourselves. It's a fun combination. Okay, Chotu. Why would you do that? Do what? That's the best part of a sandwich. It is the most horrible thing you could ever do to anyone. ഒരു പക്ഷേ നിങ്ങളിൽ പലരും ഈ സീരീസ് കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു തവണയെങ്കിലും കേട്ടിട്ടുണ്ടാകും. അതെ, നെറ്റ്ഫ്ലിക്സിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ ഒറിജിനൽ സീരീസാണ് സീക്രട്ട് ഗെയിംസ്. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന സീരീസ്. വിക്രം ചന്ദ്രയുടെ സീക്രട്ട് ഗെയിംസ് എന്ന നോവലിനെ അടിസ്ഥാനമാക്കി വിക്രമാദിത്യ മൊട്ട്വാനയും അനുരാഗ് കശ്യപും ചേർന്ന് ഡയറക്റ്റ് ചെയ്ത സീരീസാണ് സീക്രട്ട് ഗെയിംസ്. സെയ്ഫ് അലി ഖാനും നവാസുദ്ദീൻ സിദ്ദിഖിയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഈ സീരീസ് ഒരു ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽ പെടുത്താവുന്നതാണ്. ലോകപ്രശസ്തമായ എമി അവാർഡ്സിന് വരെ നോമിനേഷൻ കിട്ടിയ സീരീസാണ് സീക്രട്ട് ഗെയിംസ്. ഒരുപാട് കഥാപാത്രങ്ങൾ അണിനിരക്കുന്ന ഈ സീരീസിൽ പ്രധാന കഥാപാത്രങ്ങളെ കൂടാതെ രാധിക ആപ്തെ, പങ്കജ് ത്രിപാഠി, കൽക്കി കോച്ലിൻ, രൺവീർ ഷോരെ, നീരജ് കാബി, ജതിൻ ഷാർന, കുബ്ര സെയ്ദ്, ജിതേന്ദ്ര ജോഷി, രാജശ്രീ ദേശ്പാണ്ഡെ എങ്ങനെ നീളുന്നു ഒരു വലിയ താരനിര. സർതാജ് സിംഗ് എന്ന പോലീസ് കഥാപാത്രമാണ് സെയ്ഫ് അലി ഖാൻ ഈ സീരീസിൽ ചെയ്യുന്നത്.
ഒരു ദിവസം സെയ്ഫ് അലി ഖാന് ഒരു മുംബൈ ബേസ്ഡ് ഗാങ്സ്റ്ററിൽ നിന്നും ഒരു ഫോൺ കോൾ വരുന്നു. ഈ ഗാങ്സ്റ്ററിന്റെ പേരാണ് ഗണേഷ് ഗായ്തൊണ്ടെ. നവാസുദ്ദീൻ സിദ്ദിഖി അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് ഗണേഷ് ഗായ്തൊണ്ടെ. അപ്രതീക്ഷിതമായി വരുന്ന ഈ കോളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങളും ഇരുവരുടെ ജീവിതത്തിലെ നേർക്കാഴ്ചകളും ഈ സീരീസിൽ വളരെ വിശകലനം ചെയ്യപ്പെടുന്നു. നേരത്തെ പറഞ്ഞതുപോലെ സീരീസിൽ 2 പ്രധാന കഥാപാത്രങ്ങളുണ്ട്, സർതാജ് സിംഗ് ആൻഡ് ഗണേഷ് ഗായ്തൊണ്ടെ. സംവിധായകനായ വിക്രമാദിത്യ മൊട്ട്വാനെ സർതാജ് സിംഗിന്റെ ഭാഗങ്ങളാണ് ഡയറക്റ്റ് ചെയ്തത്. ഇതിനു പാരലായി തന്നെ അനുരാഗ് കശ്യപ് ഗണേഷ് ഗായ്തൊണ്ടെയുടെ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തു. ഇവർ 2 പേരുമാണ് ഈ സീരീസ് കോ ഡയറക്റ്റ് ചെയ്തത്. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ഇന്ത്യൻ വെബ് സീരീസ് ആണ് സീക്രട്ട് ഗെയിംസ്. നിങ്ങൾക്ക് ഒരേ സമയം തന്നെ ആവേശം പകരുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു സീരീസ് ആണിത്. അന്വേഷണത്തിന്റെ ചടുലതയും ജീവിതങ്ങളുടെ നിസ്സഹായതയും വളരെ മനോഹരമായി ഇതിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു തരത്തിൽ മസ്റ്റ് വാച്ച് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സീരീസ് കൂടിയാണ് സീക്രട്ട് ഗെയിംസ്. जब तक ये खेल खत्म नहीं होगा अपन इधर ही है. ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത ഒരു ഇന്ത്യൻ ആക്ഷൻ ഡ്രാമ വെബ് സീരീസ് ആണ് ദ ഫാമിലി മാൻ. പേര് പരാമർശിക്കുന്ന പോലെ ഇത് ഒരു ഫാമിലി ഡ്രാമയല്ല, മറിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. രാജ് ആൻഡ് DK സംവിധാനം ചെയ്ത ഈ സീരീസിൽ മനോജ് ബാജ്പേയി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. മനോജ് ബാജ്പേയി ചെയ്യുന്ന ഒരു മിഡിൽ ക്ലാസ് മാനായ കേന്ദ്ര കഥാപാത്രം ടാസ്ക് എന്ന സാങ്കല്പിക ഫോഴ്സിന്റെ സീക്രട്ട് ഏജന്റായി വർക്ക് ചെയ്യുന്നതാണ് സീരീസിന്റെ പ്രമേയം. ഇത്തരത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരാളുടെ ജീവിതവും ജോലിയും തമ്മിലുള്ള ബാലൻസ് കാത്തുസൂക്ഷിക്കാൻ പെടുന്ന പെടാപ്പാടുകളാണ് ഈ സീരീസിന്റെ മനോഹരമാക്കുന്നത്. ഇതിനോട് പാരലായി തന്നെ ഒരു ചടുലമാർന്ന കുറ്റാന്വേഷണ കഥയും പറയുന്നുണ്ട്. മലയാളികളുടെ സ്വന്തം നീരജ് മാധവ് ഈ സീരീസിൽ മൂസ എന്ന ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്നു. മനോജ് ബാജ്പേയിയെ കൂടാതെ പ്രിയാമണി, ഷരീഫ് ഹാഷ്മി, നീരജ് മാധവ്, പവൻ ചോപ്ര, കിഷോർ കുമാർ, ശരത് കെൽക്കർ, ഗുൽ പനക് അങ്ങനെ വലിയൊരു താരനിര തന്നെ ഈ സീരീസിൽ വേഷമിടുന്നു. ആക്ഷനും നർമ്മവും എല്ലാം ഇടകലർന്ന് വളരെ മനോഹരമായ ഒരു മേക്കിങ്ങിലൂടെയാണ് ഫാമിലി മാൻ എന്ന സീരീസ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത ഈ സീരീസ് വലിയൊരു വിജയമായിരുന്നു. 2019 ഷൂട്ടിംഗ് ആരംഭിച്ച ഇതിന്റെ 2ാം സീസൺ ഉടൻ പുറത്തിറങ്ങും. क्या फायदा ऐसा काम का जहाँ तुम्हें ये तक याद नहीं कि तुम्हारी फैमिली भी है. Somebody has to step up and do this job. जब देश सुरक्षित है, तो हमारे परिवार सुरक्षित है, हम सब सुरक्षित हैं. अब वक्त आ गया है कि पाकिस्तान दुनिया को अपनी ताकत का एहसास दिलाए. रॉ के एक स्लीपर एजेंट ने हमें बलूचिस्तान से टिप ऑफ किया है कि कुछ बड़ा प्लान हो रहा है. This mission is called जुल्फिकार. हाँ जिया तो भाई तू सबके लिए, जिया तो भाई तू सबके लिए, हाँ जिया तो भाई तू सबके लिए, पर किसके लिए मरेगा? सिर्फ एक बार जीतना होता है और हमें हर एक बार. The foil terror strike on Delhi was way bigger than 26/11. अगर 26/11 रोकना होता तो रोक नहीं लेते. तभी क्या गोटियां खेल रहे थे क्या? टेरर अटैक रोकेंगे झंडू लोग.